മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് കഴുത്തിന് സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് നടി ഷക്കീല ഇപ്പോൾ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. നടി ഷക്കീലയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. ദി ഷക്കീല എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഫോൺ അഡിക്ഷനാലെ ബന്ധ പ്രച്ചനൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തമിഴിൽ ഒരു വീഡിയോ ഷക്കീല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഷക്കീല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ തന്നെ താരം ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നും റൂമിലേക്ക് എത്തിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മിഡ്വേ ഹോസ്പിറ്റലിലാണ് താരം ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഷക്കീലയ്ക്ക് ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കുറിക്കുന്നത്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയും ഇത് തന്നെയാണ്. ഷക്കീലയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നേരിട്ട് അറിഞ്ഞതിനെ തുടർന്ന് ഫോൺ അഡിക്ഷൻ കാരണം ഇങ്ങനെ തല കുനിച്ച് വയ്ക്കുമ്പോഴും തലയ്ക്ക് ഇത്തരത്തിൽ ഒരു ഷോക്ക് ഉണ്ടാകുക സാധ്യതയാണെന്നും പറയുന്നു. ഇത്തരത്തിൽ മാനത്തേക്ക് ഒത്തിരി തവണ നോക്കി നിൽക്കുക, പല കാര്യങ്ങളിലേക്ക് കൂടുതൽ കഴുത്തു തിരിക്കുക, ഇത്തരത്തിലൊക്കെ തന്നെയും ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അസുഖം വരാറുണ്ടെന്നും പലരും പറയുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ തിരിച്ചെത്തിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ താരം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് കോളർ നെക്ക് ധരിച്ചാണ് ഷക്കീല വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം പരിചാരകരുടെ സഹായം തേടുന്ന ദൃശ്യങ്ങൾ രസകരമായ ട്രോൾ രൂപത്തിൽ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. തനിക്കുണ്ടായ അവസ്ഥയ്ക്ക് കാരണം തുടർച്ചയായ ഫോൺ ഉപയോഗമാണെന്ന് ഷക്കീല തുറന്നു പറഞ്ഞിരുന്നു. അടുത്ത കാലത്ത് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നുവെന്നും അതൊരു സർജറി ആയിരുന്നുവെന്നും പറഞ്ഞിരുന്നു. ഗൗരവമായ ഒരു കാര്യം പറയുകയാണ്. ഫോൺ നമുക്ക് എത്ര ഉപകാരമുള്ള വസ്തുവാണ്, പക്ഷേ ആവശ്യത്തിലധികം ഉപയോഗിക്കാതിരിക്കുക. കിടക്കയിൽ ചരിഞ്ഞു കിടന്ന് തുടർച്ചയായി 4 മണിക്കൂർ വരെ ഫോൺ ഗെയിം കളിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ചായയോ കാപ്പിയോ കുടിക്കാൻ മാത്രമാണ് എഴുന്നേൽക്കുന്നത്. ചായ കുടിക്കാൻ വന്ന ശേഷം ഇതേ ഗെയിം കളി, പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും റീൽ കാണും. ഇങ്ങനെ കഴുത്തിലെ ഞരമ്പുകൾ ബാധിക്കുകയും ഒടുവിൽ സർജറിയിൽ കലാശിക്കുകയുമാണ് ചെയ്തത്. കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങളും പരമാവധി ഒഴിവാക്കുക. എൻ്റെ വീഡിയോ അടക്കം ഒഴിവാക്കുക. നമുക്ക് ഉപകാരമുള്ള വീഡിയോ മാത്രം കാണുക. അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ മുകളിൽ പോകും. നല്ല വേദനയുണ്ടാകും. ഇതാണ് ഷക്കീല വ്യക്തമാക്കിയത്. ഷക്കീലയ്ക്ക് 3 ലക്ഷം രൂപയോളം തന്നെ നഷ്ടമായി. ആശുപത്രിയിൽ അങ്ങനെ ചുമ്മാ കൊടുക്കുന്നത് വളരെയധികം പ്രയാസകരമാണല്ലോ. ഇങ്ങനൊരു അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇത്രയും പൈസ മുടക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരം സൂക്ഷിക്കണം. കഴുത്തിന് ഞരമ്പുകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് സമയം ചരിഞ്ഞു കിടക്കുന്നവർക്കും ഇതേ പ്രശ്നങ്ങൾ വരാറുണ്ട്. എന്നാൽ ഫോൺ നോക്കി കിടക്കുന്നത് ഇരട്ടി സ്ട്രെസ്സാണ്. നമ്മൾ ഉറങ്ങുകയോ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുകയോ ബ്രെയിൻ സെൽ പോലും റിലാക്സ് ചെയ്യുകയോ അല്ല, മറിച്ച് അവിടെ ചിന്തിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അവിടെ നടക്കുകയും ബോഡിക്ക് ഒട്ടും ഒരു റിലാക്സേഷൻ കിട്ടാതെ ആവുകയും ചെയ്യും. ഇത് വളരെയധികം കഠിനമായ രീതിയിലേക്ക് മാറുകയും ചെയ്യും. പ്രേക്ഷകർ ഇത് വ്യക്തമാക്കി പറയുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതുമാണെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.